ആദ്യാക്ഷരം കുറിച്ച് ആശാട്ടി നൽകിയ എഴുത്തോല 5 പതിറ്റാണ്ടുകളായി നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു അക്ഷരസ്നേഹി വിദ്യാരംഭ ദിനത്തിൽ അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും കാഴ്ചയൊരുക്കുകയാണ്. ആലപ്പുഴ ചെക്കന്നൂർ മൂലപ്പടവ് അശ്വതി ഭവനിൽ ആർട്ടിസ്റ്റ് MV മുരുകേശനാണ് തന്നെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ആശാട്ടിയമ്മ കമലാക്ഷി നാരായത്തിൽ കുറിച്ച അക്ഷരക്കൂട്ടങ്ങൾ നിറഞ്ഞ എഴുത്തോല ഇന്നും അമൂല്യനിധിയായി സൂക്ഷിക്കുന്നത്. മുരുകേശന് ഇപ്പോൾ വയസ്സ് 56. 3-ാം വയസ്സിൽ തന്നെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയ ചെങ്ങന്നൂർ കീച്ചേരിമേൽ കൊച്ചന്തോളിൽ പ്രശാന്തിൽ കമലാക്ഷിയമ്മ എന്ന ആശാട്ടിയാണ് ആദ്യമായി മുരുകേശന് എഴുത്തോലയിൽ നാരായം ഉപയോഗിച്ച് ആദ്യാക്ഷരങ്ങൾ കുറിപ്പിച്ചത്. താൻ പഠിച്ച എഴുത്തോല വർഷം 53 കഴിഞ്ഞിട്ടും ഇന്നും ഒരു അമൂല്യനിധിയായി കാത്തുസൂക്ഷിക്കുകയാണ് ഇദ്ദേഹം. എല്ലാ നവരാത്രി ദിനങ്ങളിലും ഇവ പുറത്തെടുത്ത് പച്ചിലച്ചാർ ഉപയോഗിച്ച് അക്ഷരങ്ങൾ തെളിയിച്ച് മിനുക്കിയെടുക്കുന്ന പതിവുണ്ട് ഇദ്ദേഹത്തിന്. ഇന്ന് പ്രചാരത്തിലില്ലാത്ത പല അക്ഷരങ്ങളും ഈ ഓലയിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പുതുതലമുറയ്ക്ക് ഇതൊരു കൗതുക കാഴ്ച കൂടിയാണ്. 1.5 അടി നീളവും 2 ഇഞ്ച് വീതിയും വരുന്ന പ്രത്യേക രീതിയിലുള്ള ഓലകളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇവ ഇന്ന് ലഭ്യമല്ല. കാലപ്പഴക്കത്താൽ മിക്ക ഓലകൾക്കും തലക്കെട്ടിനും ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ അക്ഷരങ്ങളെല്ലാം തന്നെ തെളിഞ്ഞു കാണാം. ഞാൻ പഠിച്ച എഴുത്തോല ഇപ്പോഴും ഏതാണ്ട് ഒരു 50 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ടെന്നുള്ളതാണ്. എല്ലാ അക്ഷരങ്ങളും ഉണ്ട്. ഇന്ന് പ്രചാരത്തിലില്ലാത്ത അക്ഷരങ്ങൾ വരെ ഉണ്ട് ഇതിനകത്ത്. വള്ളിയും പുള്ളിയും ചിഹ്നങ്ങളും എല്ലാം ചേർത്തുള്ള കംപ്ലീറ്റ് അക്ഷരങ്ങൾ ഏതാണ്ട് 20-21 ഓലയോളം എൻ്റെ കൈവശമുണ്ട്. ഞാനിത് നിധി പോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വെറുതെ കൗതുകത്തിനായിരുന്നു തുടക്കം. പത്രത്താളിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് മുരുകേശൻ ഇന്നും ഇവ നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ അമൂല്യനിധി കൂടാതെ വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, വിവിധതരം ബോട്ടിലുകൾ എന്നിങ്ങനെയുള്ള ശേഖരവും ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ പക്കൽ 300ഓളം മതിലുകളുടെ ഫോട്ടോകളുമുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ചിത്രങ്ങൾക്കും കഥകൾ പറയാനുണ്ടെന്നാണ് മറുപടി. വൻതുക മുടക്കി വീടുകൾ പണിയുമ്പോൾ ലക്ഷങ്ങളാണ് മതിലുകൾക്കായി ചെലവഴിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മതിലുകൾ എന്ന പേരിൽ ഫോട്ടോ പ്രദർശനവും നടത്താൻ ഇദ്ദേഹത്തിന് താല്പര്യമുണ്ട്. കൂടാതെ പാഴ്വസ്തുക്കളിൽ നിന്ന് കലാരൂപങ്ങളും മിനിയേച്ചറുകളും ഉണ്ടാക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ വിനോദം. ചിത്രകലാ അധ്യാപകൻ കൂടിയായ ഇദ്ദേഹം ഈ വിജയദശമി ദിനത്തിൽ കുട്ടികൾക്ക് ജീവൻ തുടിക്കുന്ന കലയുടെ പുതിയ അറിവ് പകർന്നു നൽകാൻ ഒരുങ്ങുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.